രാമക്കൽമേട്ടിൽ റിസോർട്ടിൽ കൂട്ടത്തല്ല്, കമ്പിവടി, കല്ല്, കസേര എന്നിവ കൊണ്ടുള്ള ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തൂക്കുപാലത്തെയും നെടുങ്കണ്ടത്തെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി. നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. കോമ്പമുക്കിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ നടക്കുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് സംഘങ്ങൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടൽ നടന്നത്. പോലീസ് എത്തി ഇരുവിഭാഗത്തെയും പിരിച്ചുവിട്ട ശേഷം സമീപത്ത് താമസിക്കുന്ന അച്ചംപറമ്പിൽ ബിജുവും ഭാര്യ പ്രതിഭയും ഈ റിസോർട്ടിലെത്തി. ഇതിനിടയിൽ വീണ്ടും സംഘർഷം ഉണ്ടാവുകയായിരുന്നു. കമ്പിവടിയും കല്ലും കസേരയും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പ്രതിഭ ബോധരഹിതയായി നിലത്ത് വീണു. ഈ സമയം ഇവിടേക്ക് ഓടിയെത്തിയ മക്കളായ ജോബി, ജോയൽ എന്നിവർക്കും മർദ്ദനമേറ്റു. ജോബിയുടെ ഒരു പല്ല് ഒടിഞ്ഞുപോയി. ഞങ്ങളോട് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞ അന്നപ്പേന് ഞങ്ങളവിടെ ചെന്ന് ഇരിക്കുന്നതിന് മുമ്പേ കുറേ അമ്മമാർ കയറി ഇങ്ങോട്ട് വന്നു. പിന്നെ അങ്ങോട്ട് ആക്രമണമായിരുന്നു. ആക്രമിച്ച് എനിക്കിട്ടും കിട്ടി. കൊച്ചിനെ എടുത്ത് എറിഞ്ഞു. കൊച്ചിൻ്റെ തലക്കിട്ട് അടിച്ചു. ബീച്ചൻ്റെ തലക്കിട്ട് കസേരയും കൊണ്ടടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. എന്നെ ഒറ്റയടിക്ക് താഴെ കളഞ്ഞു. പിന്നെ ബോധമില്ല. പിന്നെ ഇവന്മാരെ എടുത്ത് അമ്മയെന്ന് പറഞ്ഞ് കൊച്ചു കിടന്ന് കയറിയപ്പോൾ കുഞ്ഞിക്കൊച്ചിനെ എടുത്ത് തൂക്കിയെടുത്ത് കഴിഞ്ഞമാർ. സംഭവം അറിഞ്ഞെത്തിയ ബിജുവിന്റെ സുഹൃത്തിനും മർദ്ദനമേറ്റു. സുഹൃത്തായ അല്ലിയാർ ചെമ്പനാൽ റോജി ജോസഫിന്റെ വാരിയല്ലുകൾക്ക് പൊട്ടലേറ്റു. ഞാനപ്പോൾ എനിക്ക് തൊട്ട് താഴെ വർക്ക്ഷോപ്പ് അടിച്ചിട്ട് ഇവരെ കൊണ്ടായിട്ട് വണ്ടി കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേനും കുറേ പേര് വന്ന് പെട്ടെന്ന് ഇതേസമയം തങ്ങളെ ആക്രമിക്കുകയാണ് ഉണ്ടായതെന്നാരോപിച്ച് മറുവിഭാഗം നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് മേൽനടപടി സ്വീകരിക്കുമെന്ന് നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.